ഇന്ന് കത്തോലിക്കർ വീണുപോകുന്ന 5 തരം വിഗ്രഹാരാധനയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാം പ്രമാണ ലംഘനമാണ് വിഗ്രഹാരാധന. കത്തോലിക്കർ എന്തുകൊണ്ടാണ് വിഗ്രഹാരാധനയിലേക്ക് പോകുന്നത്? നാം സ്വയം ഒന്ന് വിചിന്തനം ചെയ്യേണ്ട വിഷയമാണ്. 5 വിഗ്രഹാരാധനയെ കുറിച്ച് പറയുകയാണ്. ഒന്നാമത്തെ വിഗ്രഹാരാധന, മറ്റു ദേവീദേവന്മാരെ മഹത്വപ്പെടുത്താനും പൂജിക്കാനും പോകുന്ന കത്തോലിക്കരായ അനേകം മക്കൾ നടത്തുന്ന വിഗ്രഹാരാധന. രണ്ടാമത്തെ വിഗ്രഹാരാധന, വിശുദ്ധന്മാരെയും മറ്റു രൂപങ്ങളെയും വിഗ്രഹങ്ങളെ പോലെ കണ്ടുകൊണ്ട് ആരാധിക്കുന്ന, അതിന് സ്വയം കീഴടങ്ങിയിരിക്കുന്ന തരം വിഗ്രഹാരാധന. മൂന്നാമത്തെ വിഗ്രഹാരാധന, പല ധ്യാന കേന്ദ്രങ്ങളിലെയും അതുപോലെ പല കൗൺസിലേഴ്സിനും വൈദികർക്കും അടിമകളെ പോലെ കഴിയുന്ന, സ്വന്തം ജീവിതം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മുമ്പിൽ തീരെഴുതി കൊടുത്ത് അവർ പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു തരം വിഗ്രഹാരാധന. നാലാമത്തെ വിഗ്രഹാരാധന, സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മാത്രം ഹൃദയം അതിൽ നിക്ഷേപം കണ്ടെത്തുകയും അവിടെ മാത്രം ശരണപ്പെടുകയും ചെയ്യുന്ന തരം വിഗ്രഹാരാധന. അഞ്ചാമത്തെ വിഗ്രഹാരാധന, പല ബന്ധുജനങ്ങളെയോ ഭാര്യയ്ക്കോ മാതാപിതാക്കൾക്കോ മാത്രം അടിമകളെ പോലെ കഴിയുന്ന തരം വിഗ്രഹാരാധന. ഈ 5 തരം വിഗ്രഹാരാധനയെ കുറിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം. ഇതാണ് പ്രധാനമായ കൽപ്പന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത് ആർക്കാണ്? ആരിലാണ് ഞാനും നിങ്ങളും ആശ്രയം വെച്ചിരിക്കുന്നത്? ഈ ഒരു വസ്തുതയെ കുറിച്ച് സ്വയം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ആവശ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. എന്നറിയാമോ? എനിക്ക് ഒരു അപ്പനേ ഉള്ളൂ. മറ്റൊരു വ്യക്തിയെ ഞാൻ അപ്പ എന്ന് വിളിക്കുന്നത് എൻ്റെ അപ്പന് ഒട്ടും ഇഷ്ടമല്ല. അത് എൻ്റെ അപ്പൻ്റെ അവകാശവും എൻ്റെ അഭിമാനവുമാണ്. അല്ലയോ കത്തോലിക്കരായ സഹോദര സഹോദരി, സത്യദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടും സത്യദൈവത്തെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും മറ്റു വിഗ്രഹങ്ങളെ മഹത്വപ്പെടുത്താനും ആരാധിക്കുവാനും അതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യാനും പോകുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ്. ചിന്തിക്കൂ, എൻ്റെ നല്ലവനായ എൻ്റെ അപ്പനിൽ പ്രത്യാശ കണ്ടെത്താതെ മന്ത്രവാദങ്ങൾക്കും മറ്റു മഹത്വങ്ങൾക്കും ജാതകത്തിനും ജ്യോതിഷങ്ങൾക്കും നാള് നോക്കാനും അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കും മതപരമായ മുസ്ലിം പള്ളികളിലെ ഊത്തിനും കെട്ടിനുമെല്ലാം പോയിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന കൃപയെ, മാമുദീസായിൽ ലഭിച്ചിരിക്കുന്ന കൃപയെ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി ചെയ്യുന്നത് പാപം തന്നെയല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശ 10 കൽപ്പനയുടെ കൽപ്പനകളുമായി സീനായി മലയിറങ്ങി വരുമ്പോൾ കാളക്കുട്ടിയെ തുള്ളിക്കൊണ്ട് അഹ്റോന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ അവർക്കിടയിലേക്ക് ദൈവത്തിന്റെ കോപം നിബന്ധിച്ചെങ്കിൽ, ഇന്നും കർത്താവിന്റെ കൽപ്പനകളെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മറ്റു ദേവദേവന്മാർക്ക് മഹത്വം നൽകുന്ന ഒരു ക്രൈസ്തവ ദർശനത്തിനെതിരായ പാപം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബത്തിന് അടിവേരി ഇളക്കുന്നത് അതുകൊണ്ടാണെന്ന് സത്യം മനസ്സിലാക്കണം. ബൈബിളിൽ പയാറിലെ ബാലിന്റെ തന്ത്രം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. മോവാബ്യർ, ഇസ്രായേൽക്കാർ മോവാബർക്കെതിരെ വരുന്നത് മനസ്സിലാക്കിയപ്പോൾ ബാലാക്ക് എന്ന രാജാവ് ബാലാമിനോട് പറഞ്ഞു, ബാലാം എന്ന് പറയുന്ന കർത്താവിന്റെ പ്രവാചകൻ മോവാബർക്കിടയിൽ ഉണ്ടായിരുന്ന ബാലാമിനോട് പറഞ്ഞു, ആ ജനത്തെ നീ ശപിക്കുക, അങ്ങനെയെങ്കിൽ യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കും. എന്നാൽ ആ ജനത്തെ നോക്കിക്കൊണ്ട് ബാലാം ശപിക്കാനായി വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ അനുഗ്രഹിക്കില്ല, അത് ശപിക്കാൻ സാധിക്കില്ലെന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് യാക്കോബിന് ആ വിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിന്റെ ശുദ്ധവൃത്തി ഫലിക്കുകയില്ല എന്നുള്ള അനുഗ്രഹമാണ് ബാൽ ഇസ്രായേൽ ജനത്തിന് നൽകിയത്. ഒരു ക്രിസ്ത്യാനിയുടെ അധികാരവും അവകാശമാണ്. എൻ്റെ മക്കൾ മറ്റു മതത്തിലെ പുരുഷന്മാർ പ്രേമിച്ച് കൊണ്ടുപോകുന്നു എന്ന് വിലപിക്കുന്ന അല്ലയോ ക്രിസ്ത്യാനി, സത്യം മനസ്സിലാക്കണം. യാക്കോബിന് ആ വിചാരം ഫലിക്കുകയില്ലെന്ന്
ഇസ്രായേൽ ശുദ്ധവിദ്യ ഫലിക്കുകയില്ലെന്നേ. പിന്നെ എന്തുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഈ ശുദ്ധവിദ്യ ഫലിക്കുന്നത്, ഈ ആഭിചാരം ഏൽക്കുന്നത് എന്നറിയണമെങ്കിൽ പയാറിലെ ബാലിന്റെ തന്ത്രം എന്താണെന്ന് അറിയണം. ബാലാക്കിനോട് പറഞ്ഞു, ഇസ്രായേൽക്കാരെ നശിപ്പിക്കണമെങ്കിൽ അവർക്കിടയിലേക്ക് 2 പാപങ്ങൾ കടന്നേറണം. 1 വിഗ്രഹാരാധന, 2 വ്യഭിചാരം. മോവാബ്യ സ്ത്രീകളെ ബാലാക്ക് ഇസ്രായേൽക്കാരെ പുരുഷന്മാരെ വശീകരിക്കാനായി പറഞ്ഞയക്കുകയും മോവാബ്യ അമ്പലങ്ങളിൽ ഇസ്രായേൽക്കാരെ കൊണ്ട് ദേവദാസികളുമായി നൃത്തം ചെയ്യിച്ച് പാപം ചെയ്യിക്കുകയും ചെയ്തപ്പോൾ തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഇസ്രായേൽക്കാർ പരാജയപ്പെടുന്നത് കാണാൻ സാധിക്കും. അത് നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ്. അല്ലയോ ക്രിസ്ത്യാനി, ഞാനും നിങ്ങളും തകരുന്നുണ്ടെങ്കിൽ അതിന് കാരണം വിഗ്രഹാരാധന എന്ന പാപം, വ്യഭിചാരം എന്ന പാപം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള പരമമായ സത്യം മനസ്സിലാക്കണം. നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു അപ്പനുണ്ട്, അത് നിന്റെ ദൈവമായ കർത്താവാണ്. അവനെ അല്ലാതെ മറ്റു ദേവന്മാരടിയിലേക്ക് കടന്നു ചെല്ലുന്ന നിമിഷം ഞാനും നിങ്ങളും കുടുംബത്തോടെ തകർക്കപ്പെടും. സകലാഭിചാരങ്ങളും ക്ഷുദ്രവിദ്യകളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഫലിക്കുകയും നമ്മുടെ മക്കൾ തകരുകയും ചെയ്യും എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത് ക്രൈസ്തവർ കടന്നു ചെല്ലുന്ന പാവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആചാരാനുഷ്ഠാനങ്ങളുടെ പുറകിൽ പോയി ദേവിദേവന്മാരെന്നതുപോലെ വിശുദ്ധന്മാരെ ആരാധിക്കുന്ന പല മനുഷ്യരും കത്തോലിക്കർക്കിടയിൽ ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. നമ്മുടെ പള്ളികളിൽ തിരുസ്വരൂപങ്ങളുള്ളത് ആരാധിക്കാനുള്ളതല്ല, വണങ്ങാനുള്ളതാണ്. തിരുസ്വരൂപങ്ങൾ എണ്ണം കൂട്ടി അവിടെ തൊട്ടുമുത്തി വിഗ്രഹാരാധന എന്ന ലെവലിലേക്കാണ് ഞാൻ നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു വിശുദ്ധനും ഇത് ആഗ്രഹിക്കുന്ന വസ്തുത മനസ്സിലാക്കണം. പൗലോസിനെയും സീലാസിനെയും ആരാധിക്കാനായി ഗ്രീക്കുകാർ ഒന്നിച്ചു കൂടിയപ്പോൾ നിങ്ങൾ ഞങ്ങളെ ആരാധിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്തിരിപ്പിച്ച പൗലോസിനെയും സീലാസിനെയും ഞാൻ നിങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പരിശുദ്ധ കന്യകാമറിയം ആയിക്കൊള്ളട്ടെ, വിശുദ്ധന്മാർ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവരെ ആരാധന മനോഭാവത്തോടെയാണ് ഞാനും നിങ്ങൾ കടന്നു ചെല്ലുന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നമ്മുടെ വണക്കത്തെ സ്വീകരിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആരാധനാപൂർവമുള്ള യേശു ക്രിസ്തുവിനും അപ്പുറത്തേക്കുമുള്ള ഭക്തിയോടെയാണ് വിശുദ്ധനെയും പരിശുദ്ധനെയും മരത്തെയും നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ അവർ നമ്മെ നീക്കിക്കളയും, തള്ളിക്കളയും എന്നുള്ള വസ്തു നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ കുർബാന ഉപേക്ഷിച്ച് നൊവേന കൂടുന്നവർ, ചില പെരുന്നാളുകൾ നൊവേനകളും അവർക്ക് വലുത്, വിശുദ്ധ കുർബാന ഒന്നുമല്ലെന്നേ. വിശുദ്ധ സെന്റ് ജോർജ് പുണ്യവാന്റെ രൂപത്തിന് താഴെ മുട്ട നേർച്ച നടത്തുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവിടുത്തെ പാമ്പിനാണോ മുട്ട അതോ പുണ്യവാനാണോ മുട്ട? ചിന്തിക്കണം. ചില സ്ഥലങ്ങളെല്ലാം സാമ്പത്തികമായും മേന്മ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി ഉണ്ടാക്കുകയും അങ്ങനെ രൂപത്തോടുള്ള ഭക്തി ഉണ്ടാക്കുകയും ആ രൂപത്തിന് എന്തോ പ്രത്യേക മഹിമ നൽകുകയും ചെയ്തുകൊണ്ട് ആരാധിക്കുന്ന മനോഭാവത്തോടെ ജനത്തെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ നയിക്കുന്നവരും പാപം ചെയ്യുന്നു, ആ വ്യക്തികളും പാപം ചെയ്യുക. ഇത് യഥാർത്ഥമായ ഒരു വസ്തുതയാണ്. കത്തോലിക്ക ദൈവശാസ്ത്രമാണ് ഈ പറയുന്നത്. കത്തോലിക്കയുടെ മതബോധം വളരെ വ്യക്തമായി തള്ളിക്കളഞ്ഞ വസ്തുതയായി പറയുന്നത്. യേശു ക്രിസ്തുവിന് മീതെ ഒരു വിശുദ്ധനുമില്ലെന്നേ. സത്യമായ സുവിശേഷമാണത്. യേശു ക്രിസ്തുവിന് മീതെ ഏതെങ്കിലും സുവിശേഷം കൊണ്ടുവരുവാൻ ഒരു വിശുദ്ധനും കഴിഞ്ഞിട്ടില്ലെന്നേ. യേശു ക്രിസ്തുവിന് മീതെ ആരാധിക്കപ്പെടുവാൻ മാതാവിനോ മറ്റു വിശുദ്ധന്മാരോ ആഗ്രഹിക്കുന്നില്ലെന്നേ. അപ്പോൾ യേശു ക്രിസ്തുവിന് അരികിലേക്ക് വേണമെങ്കിൽ വിശുദ്ധി വേണം, വിശുദ്ധന്മാരുടെ അരികിലേക്ക് വേണമെങ്കിൽ വിശുദ്ധി വേണ്ട. ആ ഒരു കുറുക്കു വഴിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്ന വിശുദ്ധരെ നമുക്കുള്ളൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കാം. പാപത്തെ ഉപേക്ഷിച്ച് യേശുവിലേക്ക് വരാനുള്ള മടിയാണ് വിശുദ്ധന്മാരുടെ അടുക്കിലേക്ക് സൂത്രം കിട്ടാൻ വേണ്ടി കടന്നു വരുന്നതെങ്കിൽ അങ്ങനൊരു അനുഗ്രഹം നമ്മെ തകർക്കുകയുള്ളൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. ഇതല്ല വിശുദ്ധരുള്ള ഭക്തി, ഇപ്രകാരമല്ല ഭക്തി. ഇതല്ല വിശുദ്ധന്മാർ ആഗ്രഹിക്കുന്നത്. അവനും അവൾക്കും വിശുദ്ധരാകണമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും വിശുദ്ധനായിക്കൂടാ എന്ന തരത്തിലേക്ക് എന്റെയും നിങ്ങളുടെയും ചിന്തകളെ ഉയർത്തുകയാണ് വിശുദ്ധരുടെ ദൗത്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു രൂപത്തിൽ തൂങ്ങി കടന്നുകൊണ്ട് എന്നെ വണങ്ങൂ എന്ന് പറയാനല്ല വിശുദ്ധരായിരിക്കുന്നത്. സഭ നമുക്ക് വിശുദ്ധരെന്തിനു വേണ്ടിയിട്ടാണ്? വിവിധ ജീവിത സാഹചര്യങ്ങളിൽ ഈ വിശുദ്ധർ എപ്രകാരമാണ് വിശുദ്ധിയോടെ ജീവിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കുവാനും അങ്ങനെ ക്രിസ്തുവിൽ വിശുദ്ധിയോടെ വളരാൻ വേണ്ടിയിട്ടാണ് സഭ നമുക്ക് വിശുദ്ധരെ തന്നിരിക്കുന്നത്. അല്ലാതെ
ആ വിശുദ്ധന്മാരെ ആരാധിക്കാനും നല്ലതേ. മൂന്നാമത് തരം വിഗ്രഹാരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ധ്യാന കേന്ദ്രങ്ങളിലെയും ധ്യാന ഗുരുക്കന്മാരെ ദൈവത്തെ പോലെ കാണുന്ന ചില കൗൺസിലേഴ്സിനെ അവർ പറയുന്നത് മാത്രമേ ചിലരുടെ ജീവിതത്തിൽ നടപ്പിലാക്കൂ എന്ന് പറയുന്ന രീതിയിലുള്ള അടിമത്ത മനോഭാവത്തിൽ കടന്നു വരുന്ന വ്യക്തികളുടെ ജീവിതശൈലിയാണ്. അതും ഒരു വിഗ്രഹാരാധനയാണ്. ഒന്ന് ചിന്തിക്കൂ, പ്രത്യാശ എന്ന് പറയുന്നൊരു പുണ്യമുണ്ട് നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ പ്രത്യാശയോടെ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി, കർത്താവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഓരോ ക്രിസ്ത്യാനിക്കുമുണ്ട്. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്താ? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാന ഫോൺ വരും. അച്ഛാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് അച്ഛാ, ഒന്ന് പറഞ്ഞു തരൂ. ഈ ഒരു വിഷയത്തിൽ പ്രാർത്ഥിച്ചൊരു ഉത്തരം തരൂ. അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെ വിളിക്കുക, അല്ലയോ കൗൺസിലറെ, അല്ലയോ ബ്രദറെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. എന്തൊരു കഷ്ടമാണിത്. ഇതാണോ ക്രിസ്ത്യാനിറ്റി? ജാതകം നോക്കുന്നത് പോലെ, ജ്യോതിഷം നോക്കുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യണം, എന്റെ ഭാവി എന്താണ് എന്ന് അന്വേഷിക്കുന്നത് ക്രിസ്ത്യാനിറ്റി അല്ല. കാരണം വിധി എന്നൊരു വിഷയം ക്രിസ്തു മതത്തിലില്ല. പ്രത്യാശ എന്ന പുണ്യമാണ് നമുക്കുള്ളത്. പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടാനുള്ള വിളിക്ക് പകരം ഞാൻ എന്റെ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, മറിച്ച് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രദർ പ്രാർത്ഥിച്ചു പറയൂ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹാരാധന കേന്ദ്രങ്ങളായി മാറുകയാണ്. എന്ന രീതിയിൽ കൗൺസിലേഴ്സ് മാറുന്നുണ്ടെങ്കിൽ ആ കൗൺസിലേഴ്സ് ദൈവങ്ങളായി മാറുകയാണ്. ഇത് വലിയൊരു വിഗ്രഹാരാധനയാണ്. ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തിയാ. കർത്താവ് നമുക്ക് വരങ്ങൾ തരുന്നേ, രോഗശാന്തി വരം തരും, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് ജ്ഞാനവചന വരം തരും. അതെല്ലാം ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ളതാ. അല്ലാതെ ആ വ്യക്തിയുടെ ജീവിതം എന്റെ കൺട്രോളിലാക്കാനുള്ളതല്ല. ഒരു വ്യക്തിയുടെ ജീവിതം കൗൺസിലറുടെ കൺട്രോളിലാക്കാനുള്ളതല്ല ഈ വരങ്ങൾ. എനിക്കുള്ള വരങ്ങൾ തരാനല്ല കർത്താവ് എന്നെ സുവിശേഷത്തിൽ വിട്ടിട്ടുള്ളത്. പകരം ജനത്തെ മാനസാന്തരപ്പെടുത്തി കർത്താവിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് ഒരു കൗൺസിലറിനും ഒരു ധ്യാനഗുരുവിനുമുള്ളത്. പകരം അവർ വിഗ്രഹങ്ങളായും അവർ ദൈവങ്ങളായും മാറുന്നുണ്ടെങ്കിൽ അത് വലിയ പാപമാണ്. അതിൽ കടന്നു വരുന്ന വ്യക്തികളും പാപം ചെയ്യും. നാലാമത്തെ തലം എന്ന് പറയുന്നത് പലരുടെയും ജീവിതങ്ങളിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിന് പകരം സമ്പത്തിന് ഒന്നാം സ്ഥാനം. എങ്ങനെ പണം ഉണ്ടാക്കാം, ഇത് മാത്രമാണ് ചിന്ത. അല്ലെങ്കിൽ എങ്ങനെ ആഭരണങ്ങൾ അണിയാം, എങ്ങനെ ഈ ആഭരണം വാങ്ങാം, ഈ സ്വർണം എങ്ങനെ, ഈ സ്വർണം, ഇത് മാത്രം ചിന്ത. അല്ലെങ്കിൽ ഏത് വസ്ത്രം അണിയണം, ഏത് വസ്ത്രം എനിക്ക് കിട്ടും, ഇത് മാത്രം ചിന്ത. നിന്റെ ഹൃദയം, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. നിന്റെ നിക്ഷേപം സ്വർണത്തിലാണെങ്കിൽ, നിന്റെ നിക്ഷേപം സമ്പത്തിലാണെങ്കിൽ, നിന്റെ നിക്ഷേപം വസ്ത്രത്തിലാണെങ്കിൽ, നിന്റെ നിക്ഷേപം സൗന്ദര്യത്തിലാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെക്കാൾ ഉപരി അത് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവമായ കർത്താവ് സത്യമായിട്ടും ആ വിഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ എടുക്കും. സമ്പത്തിന് പുറകെ, ദൈവത്തെക്കാൾ ഉപരി സമ്പത്തിന് പുറകെ പോവുകയാണെങ്കിൽ, ആ സമ്പത്ത് ദൈവമായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമ്പത്ത് നഷ്ടപ്പെട്ട് നമ്മൾ ദരിദ്രരായി തീരും. സൗന്ദര്യത്തിന് പുറകെയാണെങ്കിൽ തീർച്ചയായും സൗന്ദര്യം നഷ്ടപ്പെട്ട് ദരിദ്രരായി തീരും. ശരീരത്തിന്റെ മോടിക്ക് വേണ്ടി പുറകെ പോവുകയാണെങ്കിൽ തീർച്ചയായും രോഗികളായി തീരും. എന്താണ് എനിക്ക് വലുത്? ആരോഗ്യമാണോ വലുത്? പണമാണോ വലുത്? സൗന്ദര്യമാണോ വലുത്? അധികാരമാണോ വലുത്? അതെനിക്കും നിങ്ങൾക്കും വിഗ്രഹമാണെങ്കിൽ തീർച്ചയായും പറയട്ടെ, ദൈവം നിങ്ങളിൽ നിന്നും എടുത്ത് കളയുക തന്നെ ചെയ്യും. അപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല. പിന്നെയോ പണവും സൗന്ദര്യവും സമ്പത്തും അധികാരവും ശരീരവും ആരോഗ്യവും എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള വളരെ വ്യക്തമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുള്ളൂ. അഞ്ചാമത്തെ വിഷയം പറയുകയാണ്, പലർക്കും തന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് വ്യക്തികളാണ്. ദൈവത്തെക്കാൾ ഉപരി ഭാര്യയെ സ്നേഹിക്കുന്നവർ,
ദൈവത്തെക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്നവർ, ദൈവത്തെക്കാൾ ഉപരി അമ്മയെ സ്നേഹിക്കുന്നവർ, ദൈവത്തെക്കാൾ ഉപരി അപ്പനെ സ്നേഹിക്കുന്നവർ, ദൈവത്തെക്കാൾ ഉപരി മക്കളെ സ്നേഹിക്കുന്നവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്രകാരമുള്ള സ്നേഹമുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇതിന് പരിണത ഫലമാണതേ. ദൈവത്തെക്കാൾ ഉപരി ഒന്നിനും സ്നേഹിക്കാൻ പാടില്ല. കാരണം ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. അവിടുത്തേക്കാൾ ഉപരി ഒന്നും തന്നെ പാടുള്ളതല്ല. മക്കളോടുള്ള സ്നേഹത്തെ പ്രതി അന്ധമായിരിക്കുന്നവർ, ഭാര്യയോടുള്ള സ്നേഹത്തെ പ്രതി അന്ധമായിരിക്കുന്നവർ, അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി അന്ധമായിരിക്കുന്നവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെക്കാൾ ഉപരി വേറെ ഒന്നിനും വെക്കരുതേ. സ്വന്തം ബന്ധങ്ങളെ പോലും വെക്കരുതേ. ഇതൊരു ശിക്ഷയല്ല. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ഇവയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. യേശു തന്നെ പറഞ്ഞിട്ടില്ലേ, എന്നെ പ്രതി നിന്റെ മാതാപിതാക്കളെയോ ഭാര്യയെയോ മക്കളെയോ നഷ്ടപ്പെട്ടാൽ ഈ ഭൂമിയിൽ തന്നെ അവ ഇരട്ടിയായി നൽകപ്പെടും, സ്വർഗത്തിൽ നിത്യജീവൻ. റോമക്കാർക്ക് 12:1 പറയുക, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥമായ ആരാധന. 1-ാം പ്രമാണത്തിന്റെ ലംഘനങ്ങളിൽ നിന്ന് ഈ നോമ്പുകാലത്ത് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.